വീണ്ടും ഒരു കാർഷിക പഠനയാത്രയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പോകുന്നത് ചുരിമണിൽ പച്ചക്കറി വിപ്ലവം നടത്തിയ ശ്രീ സുജിത്തിൻ്റെ കൃഷിയിടത്തിലേക്കാണ്. തിരുവനന്തപുരത്ത് തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് വളപ്പിലാണ് ഈ കൃഷിയിടം. കണ്ടാൽ മണലാരണ്യം തോറ്റുപോകും. അവിടെയാണ് ഈ കർഷകൻ മഹാൻ്റെ കൃഷി ഇറക്കിയിരിക്കുന്നത്. സാധാരണ ഒരു IT പ്രൊഫഷണലായി ബാംഗ്ലൂരിൽ ജോലി നോക്കിയിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. കൃഷി മേഖലയിൽ യാദൃച്ഛികമായി വന്നതല്ല, കരുതിക്കൂട്ടി കൃഷി മേഖലയിൽ വന്ന് ഇവിടെ അത്ഭുതം സൃഷ്ടിക്കുകയാണ്. നാടൻ ഫാം, ഇതാണ് സുജിത്തിൻ്റെ കൃഷിയിടം. ഇത് ശ്രീ സുജിത്ത്. കൃഷിയിലേക്ക് വരാൻ രണ്ട് കാരണമുണ്ട്. ഈ 2005 ഞാൻ ഹിന്ദുജ ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്തപ്പോൾ സാലറിക്ക് മുമ്പ് ഫസ്റ്റ് എനിക്ക് കിട്ടിയ റീഇംബേഴ്സ്മെൻറ്റാണ്. ഫുഡ് പോയ്സണായി ഭക്ഷ്യബാധയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ 3-ാം തീയതി ജോയിൻ ചെയ്തു. 17-20-ാം തീയതി എനിക്ക് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടി. സാലറിക്ക് മുമ്പ് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്. അന്ന് മുതൽ തീരുമാനിച്ച് നല്ല ഭക്ഷണം. അപ്പം കുറേ നാൾ ഓഫീസിൽ കഞ്ഞിയാൻ കൊണ്ടുപോകണം. പിന്നെ അത് സുജിത്ത് പഠനയാത്രാ സംഘത്തെ പരിചയപ്പെടുന്നു. ഫാം ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പഠനയാത്ര. ഓരോ ഇപ്പോൾ ഓൾറെഡി കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോളജി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ലേഔട്ട് എന്നുള്ളത്. നമ്മൾ ടോപ്പ് 1, 2, 3
ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പൈസ പച്ചക്കറിക്കാണ്. അത് ആൾക്കാർ വാങ്ങില്ല. അതിൽ വളരെ ചിലവ് കൊടുത്ത് ഉണ്ടാക്കി കൊണ്ടുപോകാം. മനസ്സിലായി? അല്ല നമ്മൾ ടാർപ്പാളിനില്ലേ? അല്ല, ഇതിൽ ടാർപ്പാൾ ഇതിപ്പോൾ ലൈറ്റ് കട്ട് ചെയ്യാൻ ഇട്ടിക്കണം. ഇല്ലെന്ന് പായൽ വരും. ഇതിനടിയിൽ ടാർപ്പാളുണ്ട്. മേലെ ഇത് ഇട്ടിക്കണം എന്ന് പറഞ്ഞാൽ ലൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ് ഈസ് വെരി ഡേഞ്ചർ. ലൈറ്റ് പോയി കഴിഞ്ഞാൽ പായൽ വരും. മനസ്സിലാവണം. അപ്പോൾ എല്ലാ ആഴ്ചയിലും എനിക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി 2 സ്റ്റാഫ് ഒരു അര ദിവസത്തെ പണിയുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് സോൾവ് ചെയ്യുന്ന പറഞ്ഞാൽ ഡോക്ടർ ബാബു മാത്യു എന്നൊരു സാറുണ്ട്. നമ്മുടെ പരുത്തിപ്പാറയിൽ സാർ ഒരു ഗ്രീൻ ഷോട്ട് എന്നൊരു ഇൻഡോർ പ്ലാന്റ്സ് നടത്തുന്നുണ്ട്. സാർ റിട്ടയർ മനുഷ്യനാണ്. സാറ് എൻ്റെ ഒരു വെൽവിഷറാണ്. സാറ് വന്നിട്ടാണ് സാറ് പറഞ്ഞ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി എല്ലാം അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഒരു മാഡം പറഞ്ഞു ഇന്നോട് സാറിന് കണക്ട് ചെയ്യാൻ പറഞ്ഞു. സാറ് ഒരു ദിവസം വിളിച്ചുകൊണ്ടുവന്ന് കാണിച്ചു. സാറ് ലൈറ്റ് കെട്ടി. സൈസുണ്ട്, ചെറിയ സൈസുണ്ട്, വലിയ സൈസുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന 2 പമ്പ്, ഒരെണ്ണം 1.5 HP, ടാങ്കിനത് 5 HP സബ്മിഷൽ പമ്പാണ് കിടക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ ഇതാണ് ബെഞ്ചൂരി എന്ന് പറയും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചെടികൾക്ക് നമ്മൾ വെള്ളവും വളവും ഇവിടെ ഫുള്ള് ഡ്രിപ്പ് ഇറിഗേഷനാണ്. അപ്പോൾ ചെടിക്ക് വെള്ളവും വളവും നമ്മൾ കൊടുക്കുന്നത് ഇതുവഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കലക്കി വാട്ടർ സോൾബഡി NPK, കാൽസ്യം, മഗ്നീഷ്യം, ബോറോൺ 19 ഒത്തിരി സാധനങ്ങളുണ്ട്. 1345, 053, 063 അങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളുടെ കലക്കി ചെടിക്ക് ആവശ്യമുള്ള ഇതിൽ നമ്മൾ കലക്കി വെച്ചിട്ട് ഇതുവഴി എടുത്തിട്ട് പോകാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെഞ്ചുറി അറിയാമോ? ഇത് അറിയാം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയാമോ? തന്നെ നമ്മൾ സാധാരണ വെള്ളം പോകുന്ന ഇതുവഴിയാണ് പോകുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ വെള്ളം കട്ട് ചെയ്യും. അത് ഇതുവഴി പോകുന്നത് ഇത് അടച്ചിട്ട് ഇതും തുറക്കും. എന്നിട്ട് ഇതും തുറക്കുമ്പോഴത്തേനും അതിൻ്റെ വാട്ടർ ഫ്ലോയിൽ കയറിപ്പോകും. പക്ഷേ ഇതിനങ്ങോട്ടും കുറച്ചുകൂടി എഫക്റ്റ്. കാര്യം ഇങ്ങനെ പോകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രഷർ ലോസ് വരും. നല്ല പമ്പ് ചെയ്ത് പോകുന്നതിൻ്റെ ഫോഴ്സ് കുറച്ച് കുറയും. അപ്പോൾ എല്ലാ അതായത് ഈ ഒരു ബെഡിലാണ്. കാരണം എനിക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ സൂവില്ല, നമ്മുടെ ട്രിവാൻഡ്രം മ്യൂസിയം സൂവിനകത്ത് കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ 2 ടൺ 3 ടൺ ഒരുമിച്ച് കൊടുക്കും. അപ്പോൾ വില 10 രൂപ 1 കിലോയ്ക്ക്. പിന്നെ ചകിരിച്ചോറ്, നമ്മൾ ആട്ടിയും കാഷ്ടം എല്ലാവരുടെയും കമ്പോസ്റ്റ് മിക്സാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. എടുത്ത് സ്കെയിലിൽ നിന്ന് അളക്കാനുള്ള സമയമില്ല. മുമ്പൊക്കെ വലുതായി. ഇത്ര ആൾക്കാർ ആഹാരമാണെങ്കിൽ വേറെ സമയം നോക്കാൻ സമയമില്ല. അല്ലേ? കറക്റ്റല്ലേ? 15 രൂപ നല്ല സാധനം. അപ്പൊ ചെലവ് പറഞ്ഞ രീതിക്ക് ഇതാണ് നല്ലത്. 2 വർഷം 3 വർഷം ഒരുപാട് കിടക്കും. ഇത് ഓൾറെഡി പഞ്ച് ചെയ്ത് ഹോളുണ്ട്. പഞ്ചാണ് ടൈപ്പും ഉണ്ട്. അങ്ങനെ ഏകദേശം ഒരു 4 സീസൺ വരെ നമുക്ക് ഒരു ബെഡിൽ ചെയ്യാം. ചെലവ് പറഞ്ഞ ഈ മുളക് കഴിയുമ്പോൾ
അപ്പോൾ നമുക്കിവിടെ തക്കാളി, പച്ചമുളക്, അമര, പാവൽ, പടവലം, പയർ ഇത്രയും സാധനം ഇതിനകത്തുണ്ട് കേട്ടോ. വീട്ടിൽ കാണുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ആരും ഇതിൽ വിത്തിട്ടാൽ മുളക്കില്ല. കാര്യം ഇവിടെ പലരും വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലരിങ്ങനെ കാണുമ്പോൾ പതുക്കെ പോകുമ്പോൾ ഇങ്ങനെ പറിക്കും. ഇത് സോഫ്റ്റ് മണലാണ്. അതെ, നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ സംഭവം ഇതിൻ്റെ വേരിങ് ഇളകി വരും. ഇത് പോയി 2 ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ നോക്കുമ്പം വാടിക്കിടക്കും. ഞാൻ മനസ്സിലുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഓരോ സീസണിലും ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ കുറേ കമ്പനീസ് ഉണ്ടറിയില്ല നിങ്ങൾക്ക്, ഒത്തിരി കമ്പനി വിത്തുണ്ട് നമുക്ക്. ഇപ്പം നാംദാരി, സിഞ്ചൻ്റെ പല പല കമ്പനീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സീസണിൽ ഇടുന്ന സാധനം ചിലപ്പോൾ അടുത്ത സീസണിൽ 19 ഉണ്ടാവണമെന്നില്ല. കാലാവസ്ഥ മാറുമ്പോൾ അതിൻ്റെ ക്യാരക്ടർ മാറും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ 2-3 ടൈപ്പ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നിങ്ങളിങ്ങനെ പതുക്കെ ഇതുവഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ മുളകുണ്ട്, സാമ്പാർ മുളകുണ്ട്, തൊട്ടപ്പുറത്ത് തക്കാളിയുണ്ട്, ചെറിയ മഷ്റൂമില്ലേ അതിൻ്റെ ആ ഒരു ഓയിസ്റ്റർ അത് അല്ലെങ്കിൽ പഴയത് കിട്ടും. പുതിയത് വാങ്ങിക്കാറില്ല, വില പഴയത് കിട്ടും. 50 രൂപ കൊടുത്തതിന് കിട്ടും. അതിട്ടിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ഏതാ? ഇല്ല, ഞാൻ പ്ലാസ്റ്റിക് വിരോധിയാ. എൻ്റെ വണ്ടിക്കകത്ത് മറ്റേ ബയോ കിടപ്പുണ്ട്. ഇല്ല, ഞങ്ങള് അല്ല ബെഡെല്ലാം എടുക്കുന്നത് മറ്റേ ഇത് ഇതുണ്ട്. ഏതാ അതിന്റെ സ്പോണാ എടുക്കുന്നത്, മട്ട എടുക്കില്ല. വിത്ത് മേടിക്കും. വിത്ത് അവിടെ നിന്ന് മേടിക്കും. വെള്ളാണെന്ന് നമ്മുടെ ഹീര മാഡം ഉണ്ടല്ലോ, HOD മാഡം, ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നത്. അല്ല, ഡിസ്പോസൽ കഴിഞ്ഞാൽ ഞാൻ ഒരടി തട്ട് പോലെ ഇട്ടിട്ട് നമ്മൾ കുഴിച്ചിടും, മൂടിയിടും. അതിന് വീണ്ടും ഒരു ലെയർ യൂറിയും ഇതും ഇടും, വീണ്ടും മൂടിയിടും. അങ്ങനെ ഇട്ട് നല്ല നനച്ചിട്ട് മൂടിയും കിട്ടും. സ്പൂൺ ഇടും, മൂടിയിട്ട് ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറച്ചൊന്ന് നനച്ചൊന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും മൂടിയിടും. അതിൻ്റെ കളർ മാറും. മാറിയിട്ട് എടുക്കുള്ളൂ. നമുക്ക് കളർ ആ ഒരു ബ്രൗൺ കളർ മാറിയിട്ട് നല്ല ഒരു കറുത്ത കളറാവും.
പൊടിഞ്ഞു തുടങ്ങും. അപ്പോൾ അങ്ങോട്ട് അപ്പോഴത്തെ അരിച്ച് ഇല്ല യൂറിയ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ സംഗതി ഇത് നമ്മുടെ ആലപ്പുഴയുള്ള കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്തെടുത്തത്. കയർ ബോർഡ്, പിന്നെ അത് കയർ ബോർഡ് അത് ഇത് കൂടുതൽ പ്രചാരണം നടത്തി. ഞാനിത് ചെയ്തു, അവർ പറയുന്നതനുസരിച്ച് ഞാനിത് ചെയ്തു. കോയമ്പത്തൂർ. കാര്യം നമ്മളിപ്പോൾ ഇവിടെ മേടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും ചിലവ് കുറഞ്ഞ് വരിക. ഈ പന്തലൊക്കെ ഞാൻ സാധാരണ പന്തൽ അത് ക്വാറന്റൈൻ ചെയ്യും, കറക്റ്റ് അല്ലേ? എന്നിട്ട് എല്ലാവരും അവിടെ പോകുമോ? ഇല്ല. അതുപോലെ നമ്മൾ പ്രശ്നമുള്ളതിനെ പിടിച്ച് മാറ്റുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. കിണറ് ഓരല്ല, കിണറിലെ ഓര് വെള്ളം എടുത്ത് ഫിൽറ്റർ ചെയ്യണം. വെള്ളത്തിന് നമ്മൾ ഇതിനകത്ത് ഫിൽറ്റർ ചെയ്യാതെ